വയനാട് സ്വദേശിയായ സുബൈറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെയും വീടുമൊക്കെ നഷ്ടപ്പെട്ട ഒരാളാണ് സുബൈർ. സുബൈർ ഒരു തെരുവ് ഗായകനായിരുന്നു, ഒപ്പം കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഈ ദുരന്തത്തിന് പിന്നാലെ മറ്റൊരു ദുരന്തം കൂടി സുബൈറിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതാണ് ജീവിതമാകെ താളം തെറ്റിച്ചതും. നമുക്ക് എന്താണെന്ന് ഒന്ന് അറിഞ്ഞു വരാം. സുബൈറിനെ പറ്റി അറിയാം. എല്ലാം കൈവിട്ട് പോന്നവനാണല്ലോ, മുണ്ടക്കയിൽ നിന്ന് ഞാൻ വന്നവനാണല്ലോ, എല്ലാരും എന്നെ വിട്ട് പോയി മറഞ്ഞപ്പോ ഞാനും എൻ മകനും ഇവിടെ തനിച്ചായല്ലോ. അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നു വന്ന ദുരന്തങ്ങളാണ് സുബൈറിനെ തളർത്തിക്കളഞ്ഞത്. ആദ്യം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. ദുരന്ത ദിവസം മാറി താമസിച്ചതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും സഹോദരനുൾപ്പെടെ 6 കുടുംബാംഗങ്ങളെ സുബൈറിന് നഷ്ടമായി. പുഞ്ചിരിമട്ടത്തെ വീടും മണ്ണിനടിയിലായി. എന്നാൽ രണ്ടാമത്തെ ദുരന്തം സുബൈറിനെ തളർത്തിക്കളഞ്ഞു. കൽപ്പറ്റയിൽ വെച്ച ബൈക്കിൽ കാറിടിച്ച നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ കിടപ്പിലായി. 8-9 മാസത്തോളം നമ്മളെ മേപ്പാടി ഹോസ്പിറ്റലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോ ഈ വാക്കറിൽ കുറച്ച് ആയതുകൊണ്ട് ഈ വാക്കറിൽ എൻ്റെ മകന്റെ സഹായത്തിൽ ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും സഹായിച്ചിട്ട് പോണേ. തെരുവിൽ പാട്ടുപാടിയും കൂലിപ്പണി ചെയ്തും കഴിഞ്ഞിരുന്ന സുബൈറിന്റെ ജീവിതം വഴിമുട്ടി. എല്ലാം പാടുള്ള അല്ല കൂടയോനെ, എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ, എന്റെ ചെല്ലാലായി തമ്പൂരാനെ. കൂലിപ്പണിയും വണ്ടിയിലൊക്കെ ഓടിയിട്ടാണ് ജീവിച്ചിരുന്നത്. അന്ന് എനിക്ക് സ്വാധീനം ഉണ്ടായിരുന്നു. കാലുകളും കയ്യിലൊന്നും ഒരു കുഴപ്പമില്ല. അതിന് ശേഷമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. ഉരുളുപൊട്ടി ഞങ്ങൾ കുറേ ആൾക്കാരും നാട്ടുകാരൊക്കെ മരിച്ചുപോയി. ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം എനിക്ക് പണിക്ക് പോകാനും ഒന്നിനും സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, നിവൃത്തിയില്ലാത്തത് കൊണ്ട്. ഇപ്പോൾ കൽപ്പറ്റയിലെ ടൗൺഷിപ്പ് കാണാനെത്തുന്നവർക്ക് മുന്നിൽ പാട്ടുപാടി ജീവിതം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് സുബൈർ. ചൂരൽമല അങ്ങാടിയും പോയല്ലോ, കൂട്ടേരു കുടുംബക്ക മണ്ണൊലിച്ച് പോയല്ലോ, എന്തോര് വിധിയാണ് റബ്ബേ നടന്നത്, എന്തോര് സംഭവം അന്ന് നടന്നത്. സ്വന്തമായി കുത്തിക്കുറിച്ച വരികളാണ് സുബൈർ പാടുന്നത്. പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പിൽ സുബൈറിനും വീടുണ്ട്. പക്ഷേ തുടർ ചികിത്സയ്ക്കാവശ്യമായ ഭീമമായ തുക എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് കുടുംബവുമില്ലെനിക്ക്, കൂട്ടുകാരുമില്ലെനിക്ക്, ഇന്നില്ലത് എന്റെ മകനാണല്ലോ, ഏട്ടനനുജനെല്ലാം മരിച്ചു പോയി. മാതൃഭൂമി ന്യൂസ്, വയനാട്. എം കമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ, സുബൈർ എഴുതുന്ന വരികളിൽ, പാടുന്ന പാട്ടിലുണ്ട് ആ വേദന, ആ നോവൊക്കെ. കേൾക്കുമ്പോൾ നമുക്കും വല്ലാതെ ദുഃഖം തോന്നുന്ന പാട്ടുകളാണല്ലേ. സുബൈറിന്റെ ജീവിതമാണ് ആ പാട്ടുകളെല്ലാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം, അത് എത്ര മനുഷ്യരുടെ ജീവിതമാണ് തകർത്ത് കളഞ്ഞതെന്ന് നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. 2024 ജൂലൈ 30-നുണ്ടായ ദുരന്തത്തിൽ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടു. ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേർക്ക് നഷ്ടങ്ങളുണ്ടായി. സുബൈറിനെ സംബന്ധിച്ചിടത്തോളം പുഞ്ചിരിമട്ടത്തായിരുന്നു താമസം. പക്ഷേ അന്ന് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു ഉൾവിളിയിലാണ് സുബൈറും കുടുംബവും അവിടെ നിന്ന് മാറി താമസിച്ചത്. അതുകൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ വീട് പോയി. സഹോദരനുൾപ്പെടെ കുടുംബത്തിലെ ഒരുപാട് പേരെ നഷ്ടമായി അന്ന്. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലായിരുന്നു സുബൈർ. ആ ജൂലൈ 30 കഴിഞ്ഞ നവംബർ 2-നാണ് മറ്റൊരു ദുരന്തം സുബൈറിനെ വേട്ടയാടിയത്. കൽപ്പറ്റ ഫാത്തിമ ആശുപത്രിക്ക് സമീപത്ത് വെച്ച് സുബൈർ ഓടിച്ചിരുന്ന ബൈക്കിൽ കാറിടിച്ച് അപകടം സംഭവിക്കുകയായിരുന്നു. നട്ടെല്ലിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഏറെ ദിവസം ആശുപത്രിയിൽ കിടന്നു. എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോഴും ക്രച്ചസിൻ്റെ സഹായത്തോടെയൊക്കെയാണ്
തവണ നടക്കുന്നത്. അതുവരെ കൂലിപ്പണി ചെയ്തും തെരുവിൽ പാട്ടുപാടിയുമൊക്കെയാണ് സുബൈർ ജീവിച്ചിരുന്നത്. ഇപ്പോൾ ക്രച്ചസ് വെച്ച് കുറച്ചൊക്കെ നടക്കാനാകും. അങ്ങനെയാണ് അതിജീവനത്തിൻ്റെ ഒരു പ്രതീകമായി കൽപ്പറ്റയിൽ ഉയർന്നു വരുന്ന ടൗൺഷിപ്പിന് മുന്നിലേക്ക് സുബൈർ എത്തുന്നത്. ഒപ്പം മകനും ഉണ്ടാകും. അവിടെ ഒരുപാട് ഈ ടൗൺഷിപ്പ് കാണാൻ നിരവധി പേർ, എപ്പോൾ പോയാലും ഒരു 5-6 ടൂറിസ്റ്റ് ബസ്സൊക്കെ അവിടെ ഉണ്ടാകും. ഒരുപാട് ആളുകൾ ഈ CMDRFിലേക്കൊക്കെ സംഭാവന കൊടുത്ത ആളുകളൊക്കെ ടൗൺഷിപ്പ് കാണാൻ നിരന്തരം വരുന്നുണ്ട്. വയനാട്ടിൽ വിനോദസഞ്ചാരത്തിനെത്തുന്ന എല്ലാവരുടെയും ഒരു ഡെസ്റ്റിനേഷനായി ഇപ്പോൾ ടൗൺഷിപ്പ് നിർമ്മാണ മേഖല മാറിയിട്ടുണ്ട്. അവിടെ വരുന്ന ആൾക്കാർക്ക് മുന്നിലൊക്കെയാണ് സുബൈർ പാട്ടുപാടി ചെറിയ പണമൊക്കെ അവർ നൽകും. അതിനെക്കൊണ്ടൊക്കെ ഒന്ന് ഉയർത്തെഴുന്നേൽക്കാനാകുമോ എന്ന ശ്രമത്തിലാണ് ഇപ്പോൾ സുബൈർ ഉള്ളത്. മാത്രമല്ല ടൗൺഷിപ്പിൽ സുബൈറിനും വീടുണ്ട് 4ാമത്തെ സോണിൽ. അവിടുത്തെ ഗുണഭോക്താവാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു പുതിയ ജീവിതം കരുപിടിപ്പിക്കാനാണ് സഹായം ലഭിക്കുന്നുണ്ട്. അപ്പോഴും ഈ ചികിത്സയാണ് അല്ലേ, ഭീമമായ തുക വേണം ചികിത്സയ്ക്കോ. അപ്പോൾ സുബൈറിനത് എത്രത്തോളം ഇങ്ങനെ പാട്ട് പാടി അതിൽ നിന്നൊരു തുക കണ്ടെത്താൻ സാധിക്കുമെന്നറിയില്ല. എങ്ങനെയും ജീവിതം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് സുബൈർ. പക്ഷേ ആരെങ്കിലുമൊക്കെ ഒരു സഹായവുമായി മുന്നോട്ട് വരികയാണെങ്കിൽ സുബൈറിനത് വലിയൊരു കൈത്താങ്ങായിരിക്കും.